ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 3ാമത്തെ ചാപ്റ്റർ ആണ്, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ 1ഉം 2ഉം ചാപ്റ്റർ ക്ലാസ് 8 അതേപോലെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ 1ഉം 2ഉം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഭൂമിയുടെ ചലനങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഭ്രമണം, എന്താണ് പരിക്രമണം എന്നൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ട് അല്ലെ. ഭ്രമണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൂമി സ്വയം കറങ്ങുന്നതാണ്. പരിക്രമണം പരിക്രമണം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഭൂമിയെ എന്ത് ചെയ്യുന്നത്, സൂര്യനെ വലം വെക്കുന്നതാണ് അല്ലെ. റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ എന്ന് പറയും. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ സ്വയം കറങ്ങുന്നത്, മറ്റേ റെവല്യൂഷൻ. ഹലോ ശ്രുതി, ഹാപ്പി ന്യൂ ഇയർ. ആഘോഷങ്ങളൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. രാഹുൽ, ഇവിടെ ഇന്ത്യയിൽ ന്യൂ ഇയർ ആയിട്ടില്ല, ഇനിയും 5.5 മണിക്കൂർ കൂടി വേണം ന്യൂ ഇയർ ആകാൻ. ഞാനിത് മറന്നു, ഇവിടെ ഓസ്ട്രേലിയ ഇന്ത്യക്ക് മുമ്പേ ന്യൂ ഇയർ എത്തുമല്ലോ. അപ്പൊ നമുക്കറിയാം ഭൂമി എന്ന് പറയുന്ന ആ ഒരു ഭൂഗോളത്തില് പല സ്ഥലങ്ങളിലും അല്ലെ, പല രാജ്യങ്ങളുണ്ട്. പല രാജ്യങ്ങളിലെയും സമയം എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ഗൾഫിലുള്ള നമ്മുടെ അല്ലെ, ഇപ്പൊ കൂടുതലും അമ്മമാരൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാരൊക്കെ എന്താണ്, ഈ ഗൾഫിലോട്ടുള്ളവരെയൊക്കെ വിളിക്കുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ സമയമായിട്ട് ചിലപ്പോൾ 1.5 മണിക്കൂർ വ്യത്യാസം, 2 മണിക്കൂർ വ്യത്യാസം. ഇപ്പം അല്ലാണ്ട് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ എന്താണ്, 5-6 മണിക്കൂറിന്റെ വ്യത്യാസമൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന വ്യത്യാസങ്ങൾ വരുന്നത്, എന്താണ് നമ്മുടെ ആ ഒരു ടൈമിന്റെ കാൽക്കുലേഷൻ, എങ്ങനെയാണ് നമുക്ക് ഋതുക്കൾ വരുന്നത്, സീസൺസ് വരുന്നത്, ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. ഓസ്ട്രേലിയയിലും ഇന്ത്യയിലുമുള്ള സുഹൃത്തുക്കളുടെ സംഭാഷണമാണ് പറയുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് മനസ്സിലായി രണ്ടുപേരെയും 2 ടൈം ആണെന്ന് മനസ്സിലായി. അപ്പൊ ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് എന്ത്, ഭ്രമണം എന്ന് പറയുന്നത്. എന്താണ് ഭ്രമണം എന്ന് പറഞ്ഞാൽ, റൊട്ടേഷൻ, ഭൂമി സ്വയം കറങ്ങുന്നതിനെയാണല്ലേ ഭ്രമണം എന്ന് പറയുന്നത്. നമുക്കറിയാം ഭൂമിയുടെ ഈ ഒരു നമുക്കൊരു എന്താണ്, ഒരു ഇമാജിനറി ഒരു അച്ചുതണ്ട് ഉണ്ടല്ലേ. അച്ചുതണ്ടിൽ 23.5 ഡിഗ്രി ചരിഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, അച്ചുതണ്ടിന്റെ ചരിവ് ഇവർ ചോദിച്ചിട്ടുണ്ട്. 23.5 ഡിഗ്രിയാണ് അച്ചുതണ്ടിന്റെ ചരിവ് എന്ന് പറയുന്നത്. അതായത് നേരെയല്ല ഭൂമി നിൽക്കുന്നത് അല്ലെ. നമ്മുടെ ലാലേട്ടനെയൊക്കെ പോലെ ചെറിയൊരു ചരിവുണ്ട് ഭൂമിക്ക്. ഓക്കെ ആണല്ലോ. അപ്പൊ ഭൂമിയുടെ ചരിവ് എത്രയാണ്, 23.5 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്കറിയാം, നമ്മുടെ നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്. അപ്പൊ ഇനി ഭൂമിയുടെ ഭ്രമണ ദിശ, ഭൂമി എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് കറങ്ങുന്നത്, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, ഭൂമി ഈ പറയുന്ന വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് കറങ്ങേണ്ടത്. വെസ്റ്റ് ടു ഈസ്റ്റ്. ഓക്കെ, അതായത് പടിഞ്ഞാറ് നിന്നും ഭൂമി കിഴക്കോട്ടാണ് കറങ്ങുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കറങ്ങി 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 വരുമ്പോഴാണ് നമുക്ക് സൂര്യൻ കിഴക്കുദിക്കുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതൊക്കെ നമുക്ക് തോന്നുകയാണ് അല്ലെ. ഭൂമിയുടെ ആ ഒരു കറക്കം കൊണ്ട് സൂര്യൻ ഇവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാണ്. ഭൂമിയാണ് എന്ത് ചെയ്യുന്നത്, സൂര്യൻ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം സ്വയം കറങ്ങും, പിന്നെ ഭൂമി സൂര്യനെയും ചുറ്റുന്നുണ്ട്. അപ്പൊ എന്താണ് ഭൂമിയുടെ ഭ്രമണ ദിശ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് ഭൂമി കറങ്ങുന്നത്. ചിത്രത്തിൽ നിന്ന് ഭൂമിയുടെ ഭ്രമണ ദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഭ്രമണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളാണ് ദിനരാത്രങ്ങളുമുണ്ട്, കോറിയോലിസ് പ്രഭാവമുണ്ട്. അതൊക്കെ എന്താന്ന് നമുക്ക് പതുക്കെ പറഞ്ഞു തരാം. ശുക്രനും യുറാനസും, സൗരയൂഥത്തിലെ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണം എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ശുക്രന്റെയും യുറാനസിന്റെയും ഭ്രമണദിശ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. അപ്പൊ ബാക്കി ഏതൊക്കെയാണ്, യുറാനസും അതേപോലെ തന്നെ ശുക്രനും യുറാനസും ഒഴികെ ബാക്കി എല്ലാവരും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുമ്പോൾ ഈ പറയുന്ന ശുക്രനും യുറാനസിന്റെയും ഭ്രമണദിശ എങ്ങോട്ടേക്കാണ്, അത് നേരെ എതിർദിശയിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. അവർ നേരെ തല തിരിഞ്ഞാണ് അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത്. ഇനി നമ്മൾ പറയുന്നു എന്താണ് ദിനരാത്രങ്ങൾ എന്നുള്ളത്. അതായത് നമുക്കറിയാം ഭൂമി സ്വയം കറങ്ങണമെങ്കിൽ എത്ര വേണം, 24 മണിക്കൂർ. 24 മണിക്കൂർ എന്നൊക്കെ പറയുന്നതാണ്. കറക്റ്റ് എത്രയാണ്, 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഇതാണ് ഭൂമിയുടെ കറക്റ്റ്, ഭൂമി സ്വയം കറങ്ങാനായിട്ട് കറക്റ്റ് വേണ്ട സമയം. അതിന് നമ്മുടെ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിലാണ് നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ് ആയിട്ട് 24 എന്ന് പറയുന്നത്. ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. ഭ്രമണവേളയിൽ സൂര്യൻ അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ചരിഞ്ഞാണ് നിൽക്കുന്നതെന്നൊക്കെ നമുക്കറിയാലോ. ഇവിടെയാണ് നമ്മുടെ സൂര്യനുള്ളത്. ഈ സൂര്യന്റെ അഭിമുഖമായിട്ട് വരുന്ന വശങ്ങളിൽ എന്തായിരിക്കും, ഇതാണ് പകല്. ഇതിങ്ങനെ കറങ്ങി 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 വീണ്ടും ഇവിടെ വരണം ഈ വശങ്ങൾക്ക് എന്താകാനായിട്ട്, വെട്ടം കിട്ടാനായിട്ട്. അപ്പൊ അപ്പുറത്ത് എന്താണ്, രാത്രിയാണ്.
ഭ്രമണവേളയിൽ സൂര്യൻ അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും. ഇത്തരത്തിൽ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ അഥവാ പ്രകാശ വൃത്തം എന്ന് പറയുന്നത്. പ്രകാശ വൃത്തം എന്ന് പറയുന്നത് ഈ സംഭവമാണ്. നീ കണ്ടോ, ഇതിങ്ങനെ കണ്ടോ, അതായത് ഈ പകലും രാത്രിയും വേർതിരിക്കുന്ന അതിനെയാണ് നമ്മൾ സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ അഥവാ പ്രകാശവൃത്തം എന്ന് പറയുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടും പ്രകാശവൃത്തവും സമാന്തരമാണോ? അവിടെ നോക്കിക്കേ, നമുക്കറിയാം അച്ചുതണ്ടിന് ചരിവുണ്ടെന്നറിയാം അല്ലെ. ഇനി നോക്കിക്കേ, ഭ്രമണമില്ലെങ്കിലും ഭൂമിയിലെ ദിനരാത്രങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാര്യം ഇല്ലെങ്കിൽ എന്താ, ഭൂമി സ്വയം കറങ്ങുന്നില്ല എങ്കിൽ ഒരു സൈഡിൽ എപ്പോഴും വെട്ടമായിരിക്കും അല്ലെ, ഭൂമി ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിന്ന് പോകണമെന്ന് ചിന്തിച്ചു നോക്കിക്കേ. മറ്റേ സൈഡ് എന്തായിരിക്കും, ഫുൾ ടൈം രാത്രിയായിരിക്കും, എപ്പോഴും രാത്രി തന്നെ. അവിടെ ഒരു മാറ്റം, അതായത് 365 ദിവസവും അവിടെ എന്തായിരിക്കും, രാത്രിയായിരിക്കും. ഭൂമി ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ടാണ് ഈ പറയുന്ന രാവും പകലും ഒക്കെ ഉണ്ടാകുന്നത്. ഇനിയാണ് നമ്മുടെ കൊറിയോലിസ് പ്രഭാവം പറയുന്നത്. എന്താണ് കൊറിയോലിസ് പ്രഭാവം എന്ന് പറഞ്ഞാൽ, ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഇതിന് കാരണമായ ബലമാണ് കൊറിയോലിസ് ബലം എന്ന് പറയുന്നത്. ഈ പ്രതിഭാസത്തെ കൊറിയോലിസ് പ്രഭാവം എന്ന് പറയുന്നു. കൊറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെ കാറ്റുകളുടെയും സഞ്ചാരദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു. ഇതാണ് അഡ്മിറൽ ഫെറൽ കണ്ടെത്തിയ ഫെറൽ നിയമം എന്ന് പറയുന്നത്. അത് രണ്ടും എന്താണ്, ഒന്നാണ്. കൊറിയോലിസ് പ്രഭാവം എന്ന് പറയുന്നത് ഫെറൽ നിയമം. ഫെറൽ നിയമം പറയുന്നത് എന്താണ്, ഇത്രയുമാണ് സംഭവം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഭൂമിയാണെന്ന് വെക്കുക, ഇത് നമ്മുടെ അച്ചുതണ്ടാണെന്ന്, ചരിവുണ്ടല്ലോ. ഇങ്ങനെ നമുക്കറിയാം ഇത് ഭൂമധ്യരേഖയാണ്. ഇതാണ് നമ്മുടെ ഉത്തരാർദ്ധഗോളം എന്ന് പറയും, ഇതാണ് നമ്മുടെ ദക്ഷിണാർദ്ധഗോളം എന്ന് പറയും. ഈ ഉത്തരാർദ്ധഗോളത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു വസ്തു എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ ഇതിനെ ഒരു വലതുവശത്തേക്ക് നമ്മൾ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇതിനൊരു വലതുവശത്തേക്ക് ഒരു ചരിവല്ലേ, നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി. ഈ സാധനം എങ്ങോട്ടാ, വലത്തേക്ക് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഇത് എങ്ങോട്ടേക്ക് തിരിയും, വലത്തോട്ട് തിരിയും. ദക്ഷിണാർദ്ധഗോളത്തിൽ അത് എങ്ങോട്ടേക്ക് തിരിയും. ഇപ്പൊ കാറ്റാണെങ്കിൽ പോലും ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വരുമ്പോഴേക്കും അത് ഇടതുവശത്തേക്കാണ് അല്ലെ, ഇടതുവശത്തേക്കാണ് ചരിവ്. അപ്പൊ അത് ഇടത്തോട്ടേക്കാണ് പോകുന്നതെന്ന് ഓർക്കുക. അപ്പൊ എന്താണ് കൊറിയോലിസ് പ്രഭാവം എന്ന് ചോദിച്ചാൽ പറയണം. എന്താണ്? കൊറിയോലിസ് പ്രഭാവം മൂലമാണ് സംഭവിക്കുന്നത് അതായത് സമുദ്രജല പ്രവാഹങ്ങളുടെ ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും വ്യതിചലിക്കും. ഇതിനെയാണ് ഫെറൽ നിയമം എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? അഡ്മിറൽ ഫെറൽ. അപ്പൊ കൊറിയോലിസ് പ്രഭാവം മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ആ നിയമം പറയുന്നതാണ് എന്ത്? ഫെറൽ നിയമം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കൊറിയോലിസ് പ്രഭാവം? നമ്മുടെ കാറ്റുകളെയൊക്കെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന കൊറിയോലിസ് എഫക്ട് എന്ന് പറയുന്നത്. പഠിക്കാനുള്ള നമ്മൾ കാറ്റുകൾ വേൾഡ് ജോഗ്രഫി പഠിക്കുമ്പോൾ നമുക്കതിൽ കുറേ അധികം ഈ കൊറിയോലിസ് പ്രഭാവമൊക്കെ കുറച്ച് അങ്ങോട്ട് പോകും തോറും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. അതിന്റെ റീസൺ എന്താണ്? നമുക്കറിയാം, ഈ പറയുന്ന റൊട്ടേഷൻ കാരണമാണ് അല്ലെ, റൊട്ടേഷൻ ആണ്, ഭൂമിയുടെ ഭ്രമണമാണ്. ഭ്രമണം മൂലമാണ് നമുക്ക് സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയൊക്കെ തോന്നുന്നത്. ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നു. അതിന്റെ കാരണമാണ് എന്ത്? കോറിയോലിസ് പ്രഭാവം. അപ്പൊ എങ്ങോട്ടാണ്? ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ട് അല്ലെ, ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ട്. അപ്പൊ നമ്മൾ ഓർത്തു വെക്കുക, ഉത്തരം എന്താണ്? ഉത്തരം റൈറ്റ് ആണ്. ഓർത്തു വെക്കുക, ഉത്തരം ശരിയാണെന്ന് ഓർത്തു വെക്കുക. ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ട്, ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ്? ഇടത്തോട്ട്. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ മറ്റേത് എളുപ്പമാണല്ലോ. അപ്പൊ എന്താണ് പറയുന്നത്? ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടുമാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു വസ്തുവിന്റെ വ്യതിചലനം എന്ന് പറയുന്നത്, ദിശാവ്യതിയാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് പരിക്രമണം എന്ന് പറയുന്നത്. പരിക്രമണം അഥവാ റെവല്യൂഷൻ. അതായത് ഭൂമി നമുക്കറിയാം സ്വന്തമായിട്ടും കറങ്ങുന്നുണ്ട്, സൂര്യനെയും വലം വെക്കുന്നുണ്ട്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പരിക്രമണം അഥവാ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതി അല്ലെ, കണ്ട ഇങ്ങനെയാണ് കറങ്ങുന്നത്, അല്ലാണ്ട് കറക്റ്റ് സർക്കിളിലല്ല, ഇങ്ങനെയാണ് ഇത് കറങ്ങുന്നത്. സഞ്ചാരപഥത്തിൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 365 ദിവസങ്ങളാണ്. പ്രായോഗിക സൗകര്യത്തിനാണ് നമ്മൾ ഇതിനെ 365 ദിവസമായിട്ട് പറയുന്നത്. ഈ 1/4 എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം ഏതൊക്കെ വർഷമാണ്? ലീപ്പ് ഇയർ അല്ലെ, അതിവർഷം എന്ന് പറയും അല്ലെ. നമുക്കറിയാം 2016 അല്ലെ, 2017 എന്ന് പറയുമ്പോൾ ഒരു 365 ദിവസം വന്നു. 2018 വന്നു 365 ദിവസം വന്നു. 19 വരും
20 ഇവരെന്ത് ചെയ്തു? ഈ 4 ദിവസങ്ങളെ 4 ഇവിടെ 4 അടുത്തുമുണ്ടല്ലോ, അത് 4 കൂടി കൂട്ടിയിട്ട് നമ്മൾ എന്താക്കും? ഒന്നാക്കി മാറ്റും. 366 ദിവസം. അങ്ങനെയുള്ള ലീപ്പ് ഇയറിലാണ് ഫെബ്രുവരി എന്ത് വരുന്നത്? 29. ബാക്കി എല്ലാ വർഷങ്ങളിലും ഫെബ്രുവരി 28 ആയിരിക്കും ലീപ്പ് ഇയർ. ഓരോ 4 വർഷം കൂടുമ്പോൾ ഈ എക്സ്ട്രാ വരുന്ന 1/4 ഡേയ്സിനെയാണ് ഇവർ ആഡ് ചെയ്ത് ഒരു ദിവസമാക്കി കൂട്ടി ഫെബ്രുവരി എന്താക്കുന്നത്? നമ്മുടെ 29 ആക്കി മാറ്റുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് പറയാം ഇങ്ങനെയുള്ള ദിവസങ്ങളെ പറയുന്നതാണ് എന്ത്? ലീപ്പ് ഇയർ, അല്ലെ? അതിവർഷം എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് ലീപ്പ് ഇയർ എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇതിങ്ങനെയാണ് നമ്മൾ ഈ ഭൂമി എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത്. ഇനി നമുക്കിവിടെ പഠിക്കേണ്ട കുറച്ച് ഡേറ്റുകളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ട ഡേറ്റ്സ് ആണ്. നോക്കാം നമുക്ക്. ഇവിടെ എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഈ പറയുന്ന എന്താണ്? ഓക്കെ, നോക്കാം. വസന്ത വിഷുവുമുണ്ട്, ശൈത്യ അയനാന്ത ദിനമുണ്ട്, ശരത്ത് വിഷുവുമുണ്ട്, ഗ്രീഷ്മ അയനാന്ത ദിനമുണ്ട്. ഇത് നമുക്കിതിനെ എങ്ങനെ പഠിച്ചതിനെ വെക്കാൻ വേണ്ടി പറ്റും? നിങ്ങൾ ഓർത്ത് വെച്ചോ. ഓക്കെ, ഇതെന്താണ്? മാസ് ഡി ജെ ആണെന്ന് ഓർത്ത് വെക്കുക. മാസ് ഡി ജെ. ഇവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ എല്ലായിടത്തും 2 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ എന്താ? 1, ഇവിടെ 3 ഇട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം? ഈ 1ഉം 3ഉം കൂടി കുറച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യുക? 2 എഴുതി വെക്കുക. ഈ 1ഉം 2ഉം കൂടി കുറച്ചിട്ട് ഇവിടെ എന്ത് എഴുതുക? 1 എഴുതി വെക്കുക. ഇതാണ് ഇതിന്റെ ഡേറ്റുകൾ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, മാസ് ഡി ജെ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇതിന്റെ ഓരോന്ന് എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ഈ മാസം എന്ന് പറയുന്നത് രണ്ടും എന്താണ്? വിഷുവങ്ങളാണ്. വിഷുവങ്ങളിൽ ഒന്ന് എന്തായിരിക്കും? വസന്ത വിഷുവവും മറ്റേത് എന്താണ്? ശരത്ത് വിഷുവവുമാണ്. ഇത് എപ്പോഴും ഡേറ്റുകൾ ചോദിക്കുന്നതാണ്. ഇനി ഈ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഡിസംബർ ആണെന്ന് നമുക്കറിയാം, അല്ലെ? ഡിസംബറിലാണ് എന്ത്? നല്ല തണുപ്പ് വരുന്നത്. അപ്പൊ അതെന്തായിരിക്കും? അത് ശൈത്യ അയനാന്തമാണെന്ന് ഓർത്ത് വെക്കുക. അത് എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. ഈ ഡേറ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഇനി എന്താണ്? ഇത് ജൂൺ 21 ഇത് ജൂൺ ആണ്. ജൂൺ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്ത് വരണം? ഗ്രീഷ്മ അയനാന്തവുമാണ്. ഡേറ്റ് പഠിക്കേണ്ടത്. ഈ ജൂൺ 21 ഇത് ജെ എന്ന് കാണുമ്പോഴേക്കും ഏത് ജെ ആണ്? ജൂൺ ആണോ, ജൂലൈ ആണോ, ജനുവരി ആണോ എന്നൊക്കെ ഡൗട്ട് വരരുത്. കാര്യം ജൂൺ 21 നമ്മുടെ യോഗ ഡേ, നമുക്കറിയാം ഏറ്റവും ദൈർഘ്യമേറിയ പകൽ വരുന്ന ദിവസമാണെന്നൊക്കെ നമ്മൾ അല്ലാതെ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്ത് പഠിച്ചു വെക്കാം? മാസ് ഡി ജെ ആണെന്ന് പഠിച്ചു വെക്കുക, അല്ലെ? എന്താണ് നമ്മുടെ വർഷങ്ങൾ പഠിച്ചു വെക്കാനുള്ളതാണ്? മാസ് ഡി ജെ, അല്ലെ? മാസ് ഡി ജെ. ഇവിടെ എന്ത് ചെയ്യുക? എല്ലായിടത്തും 2 ഇട്ട് കൊടുക്കുക. 1, 3 ഒറ്റ സംഖ്യ എടുത്ത് എഴുതുക. 1ൽ നിന്ന് 3 കുറച്ച് 2 എഴുതുക. വീണ്ടും എന്ത് ചെയ്യുക? 1ഉം 2ഉം കൂടി കുറച്ച് വീണ്ടും ഇവിടെ 1 എഴുതി വെക്കുക. 2ൽ നിന്ന് 1 കുറക്കുമ്പോൾ 1 ആണ്. ഇതാണ് നമ്മുടെ ഡേറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നും പഠിക്കാവേ. നോക്കിക്കേ, സൗര സമീപകം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സൂര്യൻ നമ്മുടെ അടുത്ത് വരുന്നതായിരിക്കും സൗര സമീപകം എന്ന് പറയുന്നത്. മറ്റേത് എന്തായിരിക്കും? സൂര്യോച്ചം. സൂര്യോച്ചം എന്ന് പറഞ്ഞാൽ എപ്പിഹീലിയനും ഉണ്ട്, പെരിഹീലിയനും ഉണ്ട്, അകലത്തിൽ വരുന്നത്. ഇവിടെ നോക്കിക്കേ, ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതി ആയതുകൊണ്ട് തന്നെ ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് വ്യത്യാസമുണ്ടാകും. ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നതിനെയാണ് സൗര സമീപകം അഥവാ പെരിഹീലിയൻ എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി, എത്രയാണ്? 147 ദശലക്ഷം കിലോമീറ്ററിനെയാണ് നമ്മൾ അടുത്തെന്ന് പറയുന്നത്. ആ ദിവസമാണ് ഇത് ജനുവരി 3. അപ്പൊ പഠിച്ചു വെക്കണം, പെരിഹീലിയൻ എന്താണ്? ജനുവരി 3 എപ്പിഹീലിയൻ എന്ന് പറയുന്നത് ഏതാണ്? ജൂലൈ 4 എപ്പിഹീലിയൻ. ഈ ജൂലൈ 4 നമുക്ക് പഠിച്ചു വെക്കാം. നമ്മുടെ ജൂലൈ 4 എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, നമ്മുടെ ദിലീപിന്റെയും റോമയും. അവിടെ എന്താണ്? അവർ വളരെ അകലത്തിലാണ്, അല്ലെ? രണ്ടുപേരും എന്താണ്? വളരെ അകലത്തില്. രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിലും എന്താ? വളരെ അകലത്തിലാണെന്നങ്ങ് ചിന്തിച്ചാൽ മതി. അവരെന്താണ്? വളരെ ദൂരെയാണ്, വളരെ അകലത്തിലാണ്. അപ്പൊ എപ്പിഹീലിയൻ നടക്കുന്ന ഏതാണ്? ജൂലൈ 4. സൗര സമീപകം സൂര്യന് ഏറ്റവും അടുത്ത് വരുന്നത് എവിടെയാണ്? ജനുവരി 3 ഏറ്റവും അടുത്ത് വരുന്നത് പെരിഹീലിയൻ. ഓക്കെ, സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള അകലം ഏറ്റവും കൂടുതലാകുന്നത് 152 ദശലക്ഷം കിലോമീറ്റർ. അത് ഏതാണ്? ജൂലൈ മാസം ജൂലൈ 4 ഇതിനെ സൂര്യോച്ചം എന്ന് പറയുന്നു. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഈ സൂര്യ സമീപക ദിനവും സൂര്യോച്ചവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പഠിക്കുന്നവർക്ക് മനസ്സിലാകും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാ വന്നിരിക്കുന്നത് എന്നുള്ളത്. ഉണ്ടോ? ഇതിനെയാണ് നമ്മൾ ജനുവരിയിൽ സൂര്യ സമീപക ദിനം, അതായത് ജനുവരി 3. ജൂലൈ എന്താണ്? 4 സൂര്യോച്ചം അഥവാ എപ്പിഹീലിയൻ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത. അതായത് ആലോചിച്ച് നോക്കിക്കേ, എത്ര സ്പീഡിലായിരിക്കും ഭൂമി കറങ്ങുന്നതെന്ന്.
ഓക്കെ, ഭൂമി സൂര്യനെ ചുറ്റുന്നത് എത്ര സ്പീഡിൽ ചുറ്റിയിട്ടായിരിക്കും ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ഒരു വർഷം കൊണ്ട്? ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ. നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, ഒരു സെക്കൻഡ് കൊണ്ട് ഭൂമി 30 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് ഇവിടെ നമ്മൾ ദൂരം പറയാൻ പറ്റില്ല അല്ലെ, നല്ല ദൂരമുണ്ട്. 30 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഞങ്ങളുടെ അവിടെ നിന്ന് ഏകദേശം ഒരു ചേർത്തല ആലപ്പുഴ അവിടെ വരെ പോകുന്നൊരു ചേർത്തല വരെയും പോകുന്ന ദൂരം ഉണ്ടാകും ഈ പറയുന്ന 30 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ. നമ്മളൊരു കാറിനൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ യാത്രയാണ് ഈ പറയുന്നത് ഒരു സെക്കൻഡില് ഭൂമി എന്ത് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുന്നതിന്റെ പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുന്നതിന് കാരണമാകുന്നുണ്ട്. എന്താണ്? ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിൽ എന്താണ് അല്ലെ, നമുക്കറിയാം ഭൂമി സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആകർഷണ ബലമുണ്ട്. അപ്പൊ അവിടെ എന്താണ്, ഇതിന്റെ അടുത്ത് ഈ ഒരു ഡിസ്റ്റൻസും ഒക്കെ അനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ ഒരു പരിക്രമണ വേഗതയിലും വ്യത്യാസമുണ്ട്. ഇനി അവിടെ ഇപ്പുറത്തൊരു കാര്യം പഠിക്കാനുണ്ട്. എന്താണ് പുരസരണം അഥവാ പ്രൊസഷൻ എന്ന് പറയും. എന്താന്ന് നോക്കിക്കേ, ഭ്രമണവും പരിക്രമണവും പോലെ തന്നെയുള്ള ഭൂമിയുടെ മറ്റൊരു ചെല്ലമാണ് അച്ചുതണ്ടിന്റെ ഭ്രമണമായ പുരസരണം എന്ന് പറയുന്നത്. ഭൂമി തന്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുമ്പോൾ ഏകദേശം 26,000 വർഷം എടുത്താണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു വൃത്തം തീർക്കുന്ന രീതിയിൽ വളരെ സാവധാനത്തിൽ ഭൂമിയുടെ അച്ചുതണ്ട് നീങ്ങുന്നത്. കണ്ട, ഇങ്ങനെ ഒരു വൃത്തമാകണമെങ്കിൽ ഏകദേശം 26,000 വർഷം എടുക്കണം. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന അച്ചുതണ്ടിന്റെ ഭ്രമണത്തെ പറയുന്ന പേരാണ് അപ്പൊ എന്ത്, പുരസരണം. ഒന്ന് പഠിച്ചു വെക്കണേ. ഇത് അധികം കാണാത്ത അല്ലെ, നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും കാണാത്തൊരു വേർഡാണ്. എന്ത്? അച്ചുതണ്ടിന്റെ ഭ്രമണത്തെ പറയുന്ന പേരാണ് പുരസരണം. എന്താണ്? പുരസരണം. ഓക്കെ, ഇനിയാണ് നമ്മളിത് അയനത്തിലേക്ക് വരാൻ പോകുവാണേ. നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സണ്ണിനെയാണ് നമ്മൾ അയനം എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ആപേക്ഷിക സ്ഥാനം വ്യക്തമാക്കിയുള്ള ചിത്രീകരണമാണ് ട്ടോ ഇത്. നോക്കിക്കേ, നമുക്കറിയാം ഈ പറയുന്ന ഭൂമിക്ക് നമ്മൾ അക്ഷാംശ രേഖാംശ രേഖകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭൂമധ്യരേഖയാണ്. ഇവിടെ എന്തുണ്ട്? ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസറും ഉണ്ട്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ഉണ്ട് അല്ലെ. ഇതിനെയാണ് 23.5 ഡിഗ്രി നോർത്തും ഇത് 23.5 ഡിഗ്രി സൗത്തും ഉണ്ട്. ഇവിടെ ഈ ഭൂമി എന്ന് പറയുന്നത് ഇങ്ങനെ ചരിഞ്ഞാണ് കറങ്ങുന്നതെന്ന് നമുക്കറിയാലോ. ഈ സൂര്യനോട് ഫിക്സഡ് ആയിട്ട് നിൽക്കുവാണ്. നമ്മൾ ഇങ്ങനെ കറങ്ങുന്നതനുസരിച്ച് ഈ സൂര്യന്റെ പൊസിഷനിൽ എന്തുണ്ടാകും? മാറ്റങ്ങൾ ഉണ്ടാകും. ഓക്കെ, അതായത് സൂര്യൻ ഏകദേശം ഈ 23.5 ഡിഗ്രി മുതൽ ഈ 23.5 ഡിഗ്രി തെക്ക് അതായത് സൗത്തിലോട്ടുള്ള ഇങ്ങനെയായിരിക്കും ഭൂമിയുടെ സൂര്യന്റെ പൊസിഷൻ. ഇതിന് ഏകദേശം ഒരു 6 മാസം സമയം എടുക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിട്ടാനായിട്ട്. അങ്ങനെ നമ്മൾ ആ ഒരു എന്താണ് സൂര്യന്റെ ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ അയനം എന്ന് പറയുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെലവ് 23.5 ഡിഗ്രിയായി പരിക്രമണ വേളയിലുടനീളം നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിലായി നീങ്ങുന്നത്. കാര്യം ഇത്രയും പൊസിഷനേ വരുള്ളൂ. സൂര്യൻ ഇങ്ങനെ ഇവിടെ വരും. അത് നിങ്ങൾക്കൊരു ജസ്റ്റ് എന്ത് ചെയ്യാം, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇമേജ് അല്ല ഒരു വീഡിയോ എടുത്ത് അടിച്ചു നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ആ മൂവ്മെന്റ് വരുന്നത് എന്നുള്ളത്. സൂര്യന് ശരിക്കും ഇങ്ങനെ വരും, ഇവിടെ നേരെ ഇവിടെ വരും. ഇത്രയും പൊസിഷനിലേ വരുള്ളൂ. ഇങ്ങോട്ടേക്കൊന്നും സൂര്യന്റെ മൂവ്മെന്റ് ഉണ്ടാവില്ല. ഇത്രയും പൊസിഷനിലാണ് വരുന്നത്. ഇതിനെയാണ് നമ്മൾ അയനം എന്ന് പറയുന്നത്. സൂര്യന്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റത്തെയാണ് അയനം എന്ന് പറയുന്നു. ഇതിനനുസൃതമായ ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടാകും. ഇത്തരത്തിൽ സൂര്യന്റെ സ്ഥാനം വിവിധ അക്ഷാംശങ്ങളിൽ നേർമുകളിൽ എത്തുന്ന ചില പ്രധാന ദിനങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നെക്സ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് വിഷുവം. വിഷുവം എന്ന് പറയുമ്പോൾ എന്താണ്? ഇക്വിനോക്സിൽ എന്താണ് ഈക്വൽ ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. നമുക്ക് എന്താണ് ഈക്വൽ എന്നൊക്കെ പറഞ്ഞുതരാം. പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖകൾ സൂര്യരശ്മിയിൽ ലംബമായി പതിക്കുന്ന ദിനങ്ങളായ മാർച്ച് 21, സെപ്റ്റംബർ 23 രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്? വിഷുവത്തില് പകലും രാത്രിയും എന്താണ്? തുല്യമായിരിക്കും. പകലും 12 മണിക്കൂർ, രാത്രിയും 12 മണിക്കൂർ. പകലും രാത്രിയും തുല്യമായിരിക്കും. എവിടെ? വിഷുവത്തില്. അതിന്റെ ഡേറ്റുകൾ ഏതൊക്കെയാണ്? മാർച്ച് 21 എന്ന് പറയുന്നതും അടുത്ത ഏതാണ്? സെപ്റ്റംബർ 23 എന്ന് പറയും. മാർച്ച് 21 എന്താണ്? വസന്തമാണ് അല്ലെ, വസന്ത വിഷുവം എന്ന് പറയും, സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന് പറയും. സെപ്റ്റംബർ 23 എന്ന് പറയുമ്പോൾ ശരത് വിഷുവം അഥവാ ഓട്ടം ഇക്വിനോക്സ് എന്ന് പറയും. സെപ്റ്റംബറിൽ ഓട്ടമാണെന്ന് ചിന്തിക്കുക. ഓക്കെ, സെപ്റ്റംബറിൽ ശരത്ത് ഓട്ടമാണ് അല്ലെ. അപ്പൊ എന്താണ്? അല്ലെങ്കിൽ എന്താ? ശരത്ത് വിഷുവാണ്. സെപ്റ്റംബറിലാണ് ശരത്ത് എന്ന് എന്തെങ്കിലും കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. അപ്പൊ മാർച്ച് 21 എന്താണ്? വസന്ത വിഷുവമാണ്, സ്പ്രിംഗ് ആണ്, വസന്തമാണ് എന്ന് ഓർത്തിരിക്കുക.
ഓക്കെ, ഇപ്പൊ നമുക്കറിയാം, ശരിക്കും നമുക്ക് പറയാൻ പറ്റില്ല, അത് മാർച്ചിലെ ആണ് പിള്ളേർക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ വസന്തകാലം തുടങ്ങുവാണ് അല്ലെ, മാർച്ച് തൊട്ട് അവരുടെ 2 മാസം വെക്കേഷൻ. അപ്പം മാർച്ചിൽ എന്താണ്, വസന്ത വിഷുവമാണ്. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ സംഭവം. എന്താന്ന് പറഞ്ഞാൽ ഇക്വിനോക്സ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഭൂമി ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുവാണേ. ഭൂമിയുടെ സൂര്യപ്രകാശം ഇത്രയും ഭാഗത്ത് ഇങ്ങനെ കറക്റ്റ് ഇവിടെയായിരിക്കും കിട്ടുന്നത്. നമുക്കറിയാം ഇങ്ങനെ സെന്റർ, ഭൂമിയുടെ സെന്ററിലേക്ക് കിട്ടുമ്പോഴേക്കും ഇത്രയും പോർഷനിൽ കറക്റ്റ് ആയിട്ട് ആ സൂര്യപ്രകാശം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അപ്പൊ അവിടെ എന്താണ്, രണ്ടിടം ഒരേപോലെയാണ് പകലും കിട്ടുന്നത് രാത്രിയും കിട്ടുന്നത്. അപ്പൊ എന്ത് നമ്മൾ പഠിച്ചു, ആ ഡേറ്റുകൾ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. എന്താണ്, മാസ് ഡി ജെ അല്ലെ, 2 2 2 2 ഇട്ട് കൊടുക്കുക, 1 3 ഇട്ട് കൊടുക്കുക, 1 നിന്ന് 3 കുറച്ച് 2 എഴുതുക, അടുത്ത എന്താണ് 1 നിന്ന് 2 കുറച്ച് 1 എഴുതി വെക്കുക. ഇതാണ് ഡേറ്റ്. മാർച്ച്, സെപ്റ്റംബർ, ഡിസംബർ, ജൂൺ ആണ്. മാർച്ച് 21, സെപ്റ്റംബർ 23, ആ 2 ദിവസങ്ങളിലും എന്താണ്, വിഷുവമാണ്. മറ്റേത് എന്താണ്, ഡിസംബർ 22 എന്ന് പറയുന്നത് ശൈത്യയനാന്തം അല്ലെ, നല്ല തണുപ്പാണ്. ജൂൺ 21 എന്ന് പറയുമ്പോൾ ഗ്രീഷ്മയനാന്തമാണ്. ഇനി നോക്കാം, മാർച്ച് 21, സെപ്റ്റംബർ 23 ദിവസങ്ങളിൽ നമുക്കവിടെ ആവശ്യമില്ല. ഇനി ഇവിടെ നോക്കാം, സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം. ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ സൂര്യന്റെ സ്ഥാനം മാറുന്നതായി അനുഭവപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവും പരിക്രമണവും കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യന്റെ സ്ഥാനം മാറുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അല്ലാണ്ട് സൂര്യൻ ഓടി കളിക്കണോണ്ട് അവിടെ ഇല്ല, നമ്മളാണ് അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. സൂര്യൻ അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാണ് അല്ലെ. അപ്പൊ ഏതാണ് വിഷുവങ്ങൾ, ഇക്വിനോക്സിന്റെ പ്രത്യേകത എന്താണ്, രാവും പകലും തുല്യമാണ്. ഓക്കെ, ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും എന്താണ്, പകലും രാത്രിയും തുല്യമായിരിക്കും. അതില് മാർച്ച് 21 എന്ന് പറയുമ്പോൾ വസന്ത വിഷുവുമാണ്, സെപ്റ്റംബർ 23 എന്ന് പറയുമ്പോൾ ശരത് വിഷുവുമാണ്. അടുത്തത് ഗ്രീഷ്മയനാന്തമാണ് പറയുന്നത്, സമ്മർ സോളിസ്റ്റേസ് എന്ന് പറയും. നോക്കിക്കേ, ഈ മാർച്ച് 21 മുതൽ ഈ പറയുന്ന, നോക്കിക്കേ, നമുക്കറിയാം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 6 മാസത്തെ ഗ്യാപ്പാണുള്ളത് അല്ലെ, സെപ്റ്റംബർ അടുത്ത വിഷുവത്തിലേക്ക്. ഇതിനിടയ്ക്ക് ഈ ഒരു 3-ാമത്തെ മാസമായി, മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ, 3-ാമത്തെ മാസമായപ്പോഴേക്കും ഈ പറയുന്ന സൂര്യൻ, അതായത് സൂര്യൻ ഇവിടെ നിന്ന് സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറഞ്ഞു ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയ്ക്കായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഏകദേശം 3 മാസമാകുമ്പോൾ ഇവിടെ വരും, വീണ്ടും തിരിച്ചിവിടെ വരും. ഇതാണ് നമ്മുടെ സെപ്റ്റംബർ എന്ന് പറയുന്നത്. വീണ്ടും നമ്മുടെ ഇവിടെ വരും, ഇവിടെയാണ് നമ്മുടെ ഡിസംബർ വരുന്നത്. അഗെയിൻ നമ്മുടെ ഇവിടെ വരും. ഇങ്ങനെയാണ് ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂര്യന്. അപ്പൊ ഈ പറയുന്ന ഇവിടെ നിന്ന് സൂര്യൻ ഇവിടെ ഉണ്ടായിരുന്ന സൂര്യൻ പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് ഏകദേശം ജൂൺ 21 ആകുമ്പോൾ ഉത്തരായന രേഖയ്ക്ക് നേരെ വരും. ആ ദിവസമാണ് ജൂൺ 21. ജൂൺ 21 എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൂര്യൻ ഇവിടെയാണ്. സൂര്യൻ ഇവിടെയാകുമ്പോൾ നമുക്കറിയാം ഇവിടെ 2 അർദ്ധഗോളങ്ങളുണ്ട്. ഇതിനെയാണ് നമ്മൾ ഉത്തരാർദ്ധഗോളം എന്ന് പറയും. ഇവിടെയാണ് നമ്മുടെ ദക്ഷിണാർദ്ധഗോളം എന്ന് പറയുന്നത്. ഈ ഉത്തരാർദ്ധഗോളത്തിൽ അപ്പൊ എന്തായിരിക്കും, സൂര്യൻ മുകളിലാണല്ലോ, സ്വാഭാവികമായിട്ടും താഴെ എന്തായിരിക്കും, ഇത്തിരി ഇരുട്ടായിരിക്കുമല്ലോ. അപ്പൊ നമുക്കറിയാം അവിടെ എന്താണ്, ദൈർഘ്യമേറിയ പകലായിരിക്കും. സൂര്യന്റെ പ്രസൻസ് ഇവിടെയാണ്, ഉത്തരാർദ്ധഗോളത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ എന്തായിരിക്കും, പകലിന്റെ ദൈർഘ്യം അവിടെ കൂടുതലായിരിക്കും. ഓക്കെ, ഇത് ശരിക്കും അതിന്റെ ഒരു പിക്ചർ ഉണ്ട്, ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ കറങ്ങുന്ന ഒരു പിക്ചർ ഉണ്ട്. ഇങ്ങനെ വരുമ്പോഴേക്കും ഇപ്പൊ നമ്മുടെ ഭൂമി ഇങ്ങനെയാണ് എങ്കിൽ അല്ലെ, ഇതാണ് നമ്മുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം സൂര്യപ്രകാശം കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇങ്ങനെയായിരിക്കും അതിനെ കട്ട് ചെയ്യുന്നത്. ഇവിടം വരെ സൂര്യപ്രകാശം കിട്ടും, ഇങ്ങോട്ടേക്ക് കിട്ടില്ല. ആ ഒരു ഫിഗർ നിങ്ങൾ ജസ്റ്റ് ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ എന്ത് ചെയ്യിക്കാം, അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഒന്ന് ആഡ് ചെയ്തിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, അപ്പൊ നമുക്ക് പറഞ്ഞു ഗ്രീഷ്മയനാന്തം, ഗ്രീഷ്മമാണ്. സൂര്യൻ എവിടെയാണ്, അതായത് ഇവിടെ നിന്ന് മാർച്ച് 21 തൊട്ട് സൂര്യൻ പതുക്കെ പതുക്കെ നമ്മുടെ ഭൂമിയുടെ കറക്കനുസരിച്ച് നമുക്ക് മൂവ്മെന്റ് തോന്നി ജൂൺ 21 വന്നപ്പോഴേക്കും ഉത്തരായന രേഖയുടെ നേർമുകളിലായിട്ട് വരും. അപ്പോൾ എന്ത് സംഭവിക്കും, ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകലും ദക്ഷിണാർദ്ധഗോളത്തിൽ അപ്പൊ എന്തായിരിക്കും, പകലിന്റെ ദൈർഘ്യം കുറവായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റം മൂലം വടക്കോട്ട് ഉത്തരായന രേഖ വരെയാണ്. ഇതിന്റെ ഫലമായി ജൂൺ 21 മുതൽ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ ദിവസം ഗ്രീഷ്മയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഗ്രീഷ്മയനാന്തം ജൂൺ 21. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസം തുടർച്ചയായി പകല് നല്ല വെട്ടം ഉണ്ടാകും. നമ്മൾ ചിലപ്പോൾ പറയില്ലേ പകല് കൂടുതലാണ്. ചില സമയങ്ങളിലൊക്കെ നമുക്കറിയാം ഒരു 6-7 മണി ആയാലും എന്താണ്, നല്ല വെട്ടമായിരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ ഈ പറയുന്ന ഒരു 5 മണി ആകുമ്പോൾ തന്നെ എന്താണ്, ഇരുട്ടി തുടങ്ങും. അതാണ് ഈ പറയുന്നത്. അപ്പൊ എന്താണ്, ഈ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തേക്ക് നമ്മൾ ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും, നല്ല വെളിച്ചം ഉണ്ടാകും. നമ്മളൊക്കെ ഉത്തരാർദ്ധഗോളത്തിലാണ് താമസിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താണ്, നല്ല വെട്ടമായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ,
ഇനി അടുത്ത സൂര്യന്റെ ചലനത്തെ പറ്റി പറയുകയാണ്. ഭൂമിക്കും ചന്ദ്രനും സമാനമായി സൂര്യന് 2 ചലനങ്ങളുണ്ട്. എന്താണ്? ഭ്രമണവും പരിക്രമണവും. സൂര്യൻ അതിന്റെ അച്ചുതണ്ടിൽ 27 ദിവസങ്ങൾ കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമിയുടെ ഭ്രമണം എങ്ങനെയാണ്. നമ്മൾ ഭൂമിയെ അപേക്ഷിച്ച് നമ്മൾ പറയും ആപേക്ഷിക ചലനം, നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. സൂര്യനെ അപേക്ഷിച്ച് നമ്മൾ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് പറയാം സൂര്യൻ എന്താണ്? ഭൂമിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൂര്യൻ അനങ്ങാണ്ട് നിൽക്കുകയാണ്. പക്ഷെ സൂര്യനും എന്തുണ്ട്? ഈ പറയുന്ന ഭ്രമണവും ഉണ്ട്, പരിക്രമണവും ഉണ്ട്. ഭൂമിയുടെ ഭ്രമണത്തിനുള്ള സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണെങ്കിൽ സൂര്യന് ഭ്രമണം ചെയ്യാൻ 27 ദിവസം വേണം സൂര്യൻ സ്വന്തമായിട്ടൊന്ന് കറങ്ങി വരാനായിട്ട്. എന്നാൽ 230 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള സൗരയൂഥം നക്ഷത്ര വ്യൂഹമായ ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നമ്മുടെ സൂര്യനാണ്. ഇതിന്റെ ചുറ്റിനും എന്തുണ്ട്? കുറേ ഗ്രഹങ്ങളുണ്ട് അല്ലെ? നമുക്കറിയാം 8 ഗ്രഹങ്ങളുണ്ട്. ഇവ സ്വന്തമായിട്ടും കറങ്ങുന്നുണ്ട്, ഇവയെയും ചുറ്റുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? നമ്മുടെ സൗരയൂഥ ക്ഷീരപഥം, നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലെ അതിനൊരു കേന്ദ്രമുണ്ട്. ഈ പറയുന്ന ഇത്രയും സാധനങ്ങൾ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം കറങ്ങും. അതിങ്ങനെ ഇവിടെയും ചുറ്റി കറങ്ങുന്നുണ്ട്. അതിനെടുക്കുന്ന സമയമാണ് ഈ പറയുന്നത്. ഏകദേശം 250 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണെന്ന്. വീണ്ടും നമ്മുടെ ഗ്രീഷ്മ അയനാന്തത്തിലോട്ട് വരാം. ഗ്രീഷ്മ അയനാന്തത്തിൽ ജൂൺ 21 എന്ന് പറയുന്നത് വിവിധ അക്ഷാംശ രേഖകളിലെ പകലിന്റെ ദൈർഘ്യമാണ് പറയുന്നത്. 90 ഡിഗ്രിയിൽ വടക്കാണെങ്കിൽ 24 മണിക്കൂറായിരിക്കും പകലിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അതായത് ശരിക്കും അതിന് 66 ഡിഗ്രി ആകുമ്പോൾ 24 മണിക്കൂർ വരും. 23 ഡിഗ്രി എന്ന് പറയുമ്പോൾ കണ്ട പകല് ദൈർഘ്യം കൂടുതലാണ്. 13 മണിക്കൂർ 27 മിനിറ്റ് ഉണ്ടാകും. 0 വരുമ്പോൾ കറക്റ്റ് 12 മണിക്കൂർ. ഇങ്ങോട്ടേക്ക് എന്താ? അവിടെ കിട്ടില്ല, സൂര്യപ്രകാശമേ വരാത്തൊരു സ്ഥലമായിരിക്കും ആ സമയത്ത്. ഇവിടെയാണ് സൂര്യനെങ്കിൽ സൂര്യന്റെ വെട്ടം ഏകദേശം ഇങ്ങനെയായിരിക്കും കവറാകുന്നത്. നമുക്കറിയാം ഇങ്ങനെ ചരിഞ്ഞാണല്ലോ ഇത് കറങ്ങുന്നത്, ഇങ്ങനെ കവറാകും. ഇവിടെ ഈ ഒരു പ്രദേശത്തേക്കൊന്നും വരത്ത് പോലും ഇല്ല വെട്ടം. ഓക്കെ, ഇനി അടുത്തത് ശൈത്യ അയനാന്തമാണ് പറയുന്നത്. അപ്പോൾ അവിടെ നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും വിന്റർ സോളിസ്റ്റിസ് ആണ് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ഇവിടെ ഇരുന്നേച്ച ആൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഇവിടെ ജൂൺ 21 ആയപ്പോൾ ഇവിടെ ഇരുന്ന സൂര്യൻ പതുക്കെ സെപ്റ്റംബർ 23 വന്നപ്പോഴേക്കും നമ്മൾ പറഞ്ഞു വിഷുവമാണെന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് എന്താണ്? വീണ്ടും സെപ്റ്റംബർ കഴിഞ്ഞ് 3 മാസം കൊണ്ട് ഏകദേശം അത് ദക്ഷിണായന രേഖയിൽ അവിടെ വരും. ഓക്കെ ആണല്ലോ. ഡിസംബർ 22. ഡിസംബർ മാസത്തിൽ നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ശൈത്യ അയനാന്തം ഡിസംബർ 22, ഗ്രീഷ്മ അയനാന്തം ജൂൺ 21. ഇനി സൂര്യ സമീപക ദിനം എന്നാണ്? സൂര്യന് ഏറ്റവും അടുത്ത് വരുന്നത് ജനുവരി 3-നാണ്. ജൂലൈ 4 ദിലീപും റോമ എന്തായിരുന്നു? വളരെ അകലത്തിലായിരുന്നു അല്ലെ? അപ്പൊ ജൂലൈ 4 എന്ന് പറയുന്നത് എന്താ? സൂര്യോച്ച, അതായത് പെരിഹീലിയനും എപ്പിഹീലിയൻ എന്ന് പറയും. ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റം എങ്ങോട്ടേക്കായിരിക്കും? ഇവിടെ നിന്ന് തെക്കോട്ട് വരാൻ തുടങ്ങും. ഓക്കെ, ഡിസംബർ 22 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ രാത്രി പകല് ഡിസംബർ എവിടെയാണെന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. പല ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ഇതിന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ദിവസമാണ് ശൈത്യ അയനാന്തം എന്ന് പറയുന്നത്. അപ്പൊ ശൈത്യ അയനാന്തം എന്നാണ്? ഡിസംബർ 22. നമ്മൾ എന്താണ് പഠിച്ചത്? മാസ് ഡി ജെ. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മറന്നു പോകാതിരിക്കാനാണ് കേട്ടോ. മാസ് ഡി ജെ എന്തെഴുതുക? 2 2 2 2 എഴുതുക. ഇവിടെ എന്തെഴുതുക? 1 ഒറ്റ സംഖ്യ 1 3. 1-ൽ നിന്ന് 3 കുറച്ച് 2 എന്ന് എഴുതുക. 1-ൽ നിന്ന് 2 കുറച്ച് 1 എന്ന് എഴുതുക. അപ്പൊ എന്താണ്? ഡിസംബർ 22. സെപ്റ്റംബർ 23, ഡിസംബർ, ഇത് ജൂൺ ആണ്. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസം തുടർച്ചയായി ഇരുട്ടായിരിക്കും. തുടർച്ചയായി ഇരുട്ടെന്ന് പറയുമ്പോൾ എന്താണ്? ഉത്തര ധ്രുവമില്ലേ? ഏകദേശം ഇവിടെയായിട്ട് വരുന്നത് നമ്മുടെ ധ്രുവ പ്രദേശങ്ങളിൽ. ഇവിടെ എന്തായിരിക്കും? സൂര്യന്റെ വെട്ടം ഇങ്ങനെയായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പൊ ഇവിടെ എന്താ? ദക്ഷിണാർദ്ധഗോളം. ഇത് ഇത് ദക്ഷിണ ധ്രുവം, ഇത് ഉത്തര ധ്രുവം. ഇവിടെ കംപ്ലീറ്റ് ഇരുട്ടായിരിക്കും. സൂര്യപ്രകാശം ഇങ്ങനെയായിരിക്കും വരുന്നത്. 6 മാസക്കാലവും ഇത് എങ്ങനെയൊക്കെ കറങ്ങിയാലും ഇങ്ങോട്ടേക്ക് വെട്ടം വരില്ല. അപ്പൊ എന്താണ് പറയുന്നത്? ഉത്തര ധ്രുവ പ്രദേശങ്ങൾ 6 മാസക്കാലം ഇരുട്ടായിരിക്കും. ഏത് സമയത്ത്? നമുക്കറിയാം ഈ പറയുന്ന സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന സമയത്ത്. കാരണം എന്താണ്? അതിന്റെ ആപേക്ഷിക സ്ഥാനം എങ്ങോട്ടേക്ക്? ദക്ഷിണ ധ്രുവത്തിലായിരിക്കും. ഈ പറയുന്ന ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും നമ്മുടെ സൂര്യന്റെ സ്ഥാനം. ഏകദേശം ഇവിടെ നിന്ന് ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും ഈ 6 മാസക്കാലം.
അടുത്ത 6 മാസക്കാലം എവിടെയായിരിക്കും? ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരാർദ്ധഗോളത്തിലായിരിക്കും ആ 6 മാസക്കാലം എന്ന് പറയുന്നത്. ഉണ്ടാ 60 ഡിഗ്രിയിൽ അവിടെ എന്താ പകലൊന്നും ഉണ്ടാവില്ല, അവിടെ ഫുൾ ടൈം ഇരുട്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഉത്തരായനം എന്താണ്, ദക്ഷിണായനം എന്താണെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നോക്കിക്കേ, ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന്, ശൈത്യ അയനാന്തമാണ് അല്ലെ, ശൈത്യമാണ്. അപ്പൊ ഏത് മാസമാണ്? ഡിസംബർ 22 ആയിരിക്കും. ദക്ഷിണായന രേഖയിൽ നിന്നും, ശൈത്യ അയനാന്തം എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ദക്ഷിണായന രേഖ. ഇതാണ് ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ പറയുന്ന പേരാണ് ഉത്തരായനം. ഗ്രീഷ്മായനാന്തത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും എങ്ങോട്ടേക്കാണോ യാത്ര അതിനെയാണ്. അപ്പൊ ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ യാത്ര എന്ത് പറയും? ഉത്തരായനമെന്നും. ദക്ഷിണായന രേഖയിലേക്കുള്ള യാത്ര എന്ത് പറയും? ദക്ഷിണായനമെന്നും പറയും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം, സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാണ് നമുക്ക് നോക്കേണ്ടത്. ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? മാസ് ഡി ജെ. മാസ് ഡി ജെ. അപ്പൊ എന്താണ്? മാർച്ച്, ഇവിടെ എല്ലായിടത്തും 2 എഴുതുക. 1 3, ഇവിടെ എന്ത് എഴുതുക? 1 കുറച്ച് എഴുതുക. 3 1 കുറക്കുമ്പോൾ 2, ഇവിടെ 1. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ഡേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഭൂമധ്യരേഖയുടെ ഡേറ്റ് എങ്ങനെയാണ് വരേണ്ടത്? ഭൂമധ്യരേഖയിലെ എന്താണ്? വസന്ത വിഷുവും. വസന്തം മാർച്ചിനാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 21 ആണ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, അടുത്ത എന്താണ് വരേണ്ടത്? വസന്ത വിഷുവം. ഇവിടെ സെപ്റ്റംബർ 23. ഇതിന് എന്താണ് നമ്മൾ പറയുന്നത്? ശരത് വിഷുവം അല്ലെ. ശരത് വിഷുവം എന്നാണ് പറയേണ്ടത്. ഇനി നെക്സ്റ്റ് ഇവിടെ എന്താണ്? പകലും രാത്രിയും തുല്യമായിരിക്കും. ഇക്വിനോക്സ് ആണ് പറയുന്നത് അല്ലെ. വിഷുവമാണ്, ഇക്വിനോക്സ് ആണ്, ഈക്വൽ ആണ്. ഇവിടെ പകലിന്റെ ദൈർഘ്യവും രാത്രിയുടെ ദൈർഘ്യവും അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഉത്തരായന രേഖയിൽ വരുന്നത് ഏത് ദിവസമാണ്? ജൂൺ അല്ലെ. ജൂൺ 21 ഉത്തരായന രേഖയിലോട്ട് പോകുന്നത്. ജൂൺ 21 എന്ന് പറയുമ്പോൾ അതിന് എന്താണ്? ഗ്രീഷ്മായനാന്തമാണ്. അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഉത്തരാർദ്ധഗോളത്തില് പകല് കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞു എന്താണ്? ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഉത്തരായന രേഖ. അപ്പൊ ഏകദേശം സൂര്യൻ ഇവിടെ ആയിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് വരുമ്പോൾ അവിടെ പകല് കൂടുതലും രാത്രി കുറവുമായിരിക്കും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ദക്ഷിണാർദ്ധഗോളത്തിൽ. ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? പകലിന്റെ ദൈർഘ്യം കുറവും രാത്രി കൂടുതലുമായിരിക്കും. ദക്ഷിണായന രേഖ ഡിസംബർ 22. എന്താണ്? ശൈത്യ അയനാന്തം. ശൈത്യ അയനാന്തം. ഇവിടെ എന്താണ്? പകലിന്റെ ദൈർഘ്യം ഏറ്റവും കുറവ്. ഇവിടെ എന്താണ്? രാത്രിയുടെ ദൈർഘ്യം ഏറ്റവും കൂടുതലാണ്. ഇവിടെ പകല് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വരുമ്പോൾ പകല് ഏറ്റവും കൂടുതലും രാത്രി എന്താണ്? കുറവുമായിരിക്കും. ഇതാണ് നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ബോക്സ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചോദിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കയറി ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഒത്തിരി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അതൊക്കെ ചെയ്യാം. ഇനി ഋതുക്കൾ. എന്താണ് ഋതു അഥവാ സീസൺസ് എന്ന് പറയുന്നതെന്നാണ് നോക്കാം നമുക്ക്. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഈ കാലയളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഋതുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായ കാലാവസ്ഥ സാഹചര്യം ഉണ്ടാകും. ഇതിനെയാണ് ഋതുക്കൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണവും സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇതിനുള്ള കാരണം. ഒരു വർഷകാലത്തിൽ എന്തൊക്കെ സംഭവിക്കും? വസന്തമുണ്ട്, ഗ്രീഷ്മമുണ്ട്, ശരത്തുണ്ട്, ശൈത്യമുണ്ട്. അതെങ്ങനെ ചാക്രികമായിട്ട് വരും? വസന്തം കഴിഞ്ഞാൽ ഗ്രീഷ്മം വരും അല്ലെ. ഇങ്ങനെ ഗ്രീഷ്മം വരും, ഗ്രീഷ്മം കഴിഞ്ഞാൽ ശരത്ത് വരും, ശരത്ത് കഴിഞ്ഞാൽ ശൈത്യം വരും. ഇതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ആ ഓർഡറും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണേ. എന്താണ്? വസന്തം, ഗ്രീഷ്മം, ശരത്ത്, ശൈത്യം. സ്പ്രിങ്, സമ്മർ, ഓട്ടം, അതേപോലെ വിന്റർ. അപ്പൊ നോക്കിക്കേ, ഓരോന്നിന്റെയും പ്രത്യേകതകൾ നമുക്ക് നോക്കാം. വസന്തകാലത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഇക്കാലയളവിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. നെക്സ്റ്റ് ഗ്രീഷ്മകാലമാണ് പറയുന്നത്. ഉയർന്ന അന്തരീക്ഷ താപനില. ഗ്രീഷ്മകാലം സമ്മറാണ്. പൊതുവെ ദൈർഘ്യമേറിയ പകലുകൾ. ശരത്കാലം എന്ന് പറയുമ്പോൾ ഈ ഋതുക്കൾ നമ്മുടെ ഉത്തരാർദ്ധഗോളം, നമ്മൾ താമസിക്കുന്ന സ്ഥലമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇത് പറയുന്നത്. ശൈത്യകാലത്തിന്റെ മുന്നോടിയായ വൃക്ഷങ്ങൾ ഇലപൊഴിക്കുന്നു. ഇക്കാലയളവിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നു. ശൈത്യകാലം എന്താണ്? കുറഞ്ഞ അന്തരീക്ഷ താപനില, മഞ്ഞുവീഴ്ചയുണ്ടാകും. പൊതുവെ ദൈർഘ്യമേറിയ രാത്രികളായിരിക്കും. ഇനി നമുക്കറിയേണ്ടത് ഇത് ഓരോ സമയമാണ് അറിയേണ്ടത്.
അപ്പം നമ്മൾ പറഞ്ഞു സൂര്യന്റെ അയനം വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. ഭൂമധ്യരേഖയിൽ നിന്നും ഇതാണ് നമ്മുടെ ഭൂമി. ഓക്കെ, ഇത് നമ്മുടെ ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് നമ്മൾ പറഞ്ഞു മാർച്ചിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ ജൂൺ 21 വരുമ്പോൾ ഈ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് ഇങ്ങനെ പോയി സൂര്യൻ മാറി മാറി ഇവിടെ എത്തുന്ന സമയമാണ് നമ്മൾ വസന്തകാലം എന്ന് പറയുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ. അപ്പൊ നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? ഈ വസന്തവും ശരത്തും അതേപോലെ തന്നെ അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരേണ്ടത്. വസന്തം ശരത്കാലം വന്നം, ശൈത്യകാലം ഗ്രീഷ്മകാലം, അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമാണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലമായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ ശരത്താണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കും. 21 മുതൽ ജൂൺ 21 വരെയാണ്. ഇനി അടുത്ത എന്താണ്? ഈ ജൂൺ 21 മുതൽ നമ്മൾ തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്? സൂര്യൻ ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ ഇവിടെ ഏതാണ്? സെപ്റ്റംബർ 23 ഈ സെപ്റ്റംബർ 23 വരെയുള്ള സമയമാണ് ഗ്രീഷ്മകാലം എന്ന് പറയുന്നത്. നമ്മുടെ ഉത്തരാർദ്ധഗോളം ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക, അപ്പൊ മറ്റേത് എളുപ്പമാണ്. ഇനി സെപ്റ്റംബർ 23 മുതൽ വീണ്ടും എങ്ങോട്ടേക്ക് വരും? ഇവിടം വരെ വരും. ഇതിനെ എന്താണ്? ഡിസംബർ 22 അല്ലേ? ഈ ഡിസംബർ 22 വരെയുള്ള സമയത്തെയാണ് നമ്മൾ ശരത്കാലം എന്ന് പറയുന്നത്. എഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ശരത്ത് മുതൽ വീണ്ടും തിരിച്ച് മാർച്ച് 21 വരെ വീണ്ടും പോകും. ആ സമയമാണ് ശൈത്യകാലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കാലയളവെന്ന് പറയുന്നത്. ഒന്ന് പഠിക്കേണ്ടതാണ്. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ നോക്കിക്കേ. വസന്തകാലം ഋതുക്കളെ പൊതുവെ 4ആയി തിരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ അടിസ്ഥാനത്തിൽ എന്താണ്? 6 വ്യത്യസ്ത ഋതുക്കളാണ്. വസന്തകാലം മാർച്ച് ഏപ്രിൽ, ഗ്രീഷ്മം മെയ് ജൂൺ, വർഷം ജൂലൈ ഓഗസ്റ്റ്, ശരത്ത് സെപ്റ്റംബർ ഒക്ടോബർ, ഹേമന്തകാലം നവംബർ ഡിസംബർ, ശിശിരകാലം ജനുവരി ഫെബ്രുവരി. ഓക്കെ, അപ്പൊ നമ്മൾ നോർമലി പറയുന്നത് വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം. ഓക്കെ, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, വസന്തം, ഗ്രീഷ്മം, ശരത്ത്, ശൈത്യം. ഇവിടെ ഇല്ലേ ശൈത്യം? ഓക്കെ, ശൈത്യമല്ല ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഇത്രയുമാണ് നമുക്ക് നോർമലി പറയുന്നത്. അവിടെ എക്സ്ട്രാ വരുന്നത് വർഷകാലം, അതേപോലെ ഹേമന്തകാലം, ശിശിരകാലമാണ് ഇന്ത്യയിലെ ഋതുക്കളിലേക്ക് വരുമ്പോൾ മാറ്റം വരുന്നത്. ഇനി നമ്മുടെ സമയത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു സമയം ഓരോ സ്ഥലങ്ങളിലും സമയത്തിന് വ്യത്യാസം ഉണ്ടാകും. 2024 ജനുവരി 14 റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ ബാഴ്സലോണയിൽ നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിന്റെ തത്സമയ സംപ്രേഷണം വ്യത്യസ്തയിടങ്ങളിൽ ദൃശ്യമാകുന്ന സമയക്രമമാണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ, ഇത് 15 12:03, ഇവിടെ 2, ഇവിടെ ടോക്കിയോയിൽ 6 AM ഡിസ്നിയിൽ, 7 മണിക്ക് ലണ്ടനിൽ, മോസ്കോയിൽ 10 മണി. ഓരോന്നിനും ഓരോ സമയമാണ്. ഒരിടത്ത് നോക്കിക്കേ ദിവസം വരെ മാറിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ജനുവരി 14 ഒരു സ്ഥലത്ത് ജനുവരി 15 തത്സമയം, അതായത് ലൈവായിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? പ്രക്ഷേപണം ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും എന്താണ്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സമയമാണ് വരുന്നത്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു സ്ഫിയർ ആണ് അല്ലെ. ഇത് മൊത്തത്തിൽ നമുക്കറിയാം ഒരു വൃത്തത്തിന്റെ ചുറ്റുമുള്ള മൊത്തത്തിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. നമുക്കറിയാം 360 ഡിഗ്രി തിരിയാനാണ് നമ്മൾ പറയുന്നത് ഒരു ദിവസം തുടങ്ങി തിരിച്ച് അതേ പൊസിഷനിൽ വരാൻ 360 ഡിഗ്രി തിരിയാൻ 24 മണിക്കൂർ സമയമാണ് എങ്കിൽ 15 മണിക്കൂർ തിരിയാൻ എത്രയാണ്? 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ വേണം. അതൊന്ന് പഠിച്ചു വെക്കണേ. അതായത് 15 ഡിഗ്രിക്ക് എത്രയാണ്? 1 മണിക്കൂർ. 1 മിനിറ്റ് തിരിയാനാണെങ്കിൽ 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ് സമയമാണ് എന്തിനു വേണ്ടത്? നമ്മുടെ ഭൂമിക്ക് വേണ്ടത്. 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ്. അതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. 15 ഡിഗ്രി ആണെങ്കിൽ എത്ര വരും? 1 മണിക്കൂർ. കണ്ട 15 × 4 60 അല്ലേ? അപ്പൊ 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ വരും. ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെക്കുക. 360 ഡിഗ്രി തിരിയാൻ 24 മണിക്കൂർ, 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ അഥവാ 60 മിനിറ്റ്. 1 ഡിഗ്രി ആണെങ്കിൽ എത്ര വേണം? 4 മിനിറ്റ് വേണം. ഓക്കെ, ഓരോ ഡിഗ്രി രേഖാംശ വ്യാപ്തിക്കും ആനുപാതികമായി സമയ വ്യത്യാസം 4 മിനിറ്റ് ആണ്. നമുക്കറിയാം ഇങ്ങനെ രേഖാംശ രേഖകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലെ. അതിൽ ഓരോന്നിന്റെയും ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 4 മിനിറ്റ് ആണ്. ഓരോ ഡിഗ്രി അനുസരിച്ചിട്ടാണ് ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന് 4 മിനിറ്റ് ആണ്. രേഖാംശ രേഖയിൽ എങ്ങനെയാണ്? അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നോക്കേണ്ടത് പ്രാദേശിക സമയമാണ്, ലോക്കൽ ടൈം. പണ്ട് കാലങ്ങളിൽ നിഴലിനെയും സൂര്യന്റെ ഉച്ചസ്ഥാനത്തെയും അടിസ്ഥാനമാക്കിയാണ് ഓരോ പ്രദേശത്തെയും പ്രാദേശിക സമയം നിർണയിച്ചിരുന്നത്. സൂര്യന്റെ സ്ഥാനം ഒരാളുടെ തലയ്ക്ക് നേർമുകളിൽ എത്തുന്ന സമയം ഉച്ചയ്ക്ക് 12 മണി എന്ന് കണക്കാക്കിയിരിക്കുന്നു. നിഴലിന്റെ നീളം കുറഞ്ഞ സമയമാണിത്. ഇത്തരത്തിൽ നിഴലിന്റെ നീളം, സൂര്യന്റെ സ്ഥാനം എന്നിവ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയത്തെ പ്രാദേശിക സമയം എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ഏറ്റവും നമ്മളിങ്ങനെ തലക്ക് മുകളിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ നിഴൽ ഏറ്റവും നീളം കുറവ് വരുന്നത്. നീളം കുറവെന്ന് പറയുമ്പോൾ എന്താണത്? 12 മണിയായിരിക്കും. ആ നീളം എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ ആൾക്കാര്
സമയം പറഞ്ഞിരുന്നത്. അപ്പൊ അത് പറ്റാതെ വന്നു അല്ലെ. ഓരോ സമയത്ത് ഓരോ സ്ഥലത്തും ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ പോലും എന്താണ് പല സ്ഥലത്തും പല സമയം വരാൻ തുടങ്ങി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാൻഡേർഡ് സമയം, മാനക സമയം, ഓരോ രേഖാംശ രേഖയിലും പ്രാദേശിക സമയം വ്യത്യസ്തമായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു രാജ്യത്തിനകത്ത് തന്നെ എന്ത് സംഭവിക്കും, പല പല സമയം ഉണ്ടാകും. ഇത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകും അല്ലെ. ഇതൊരു രാജ്യത്തിന്റെ പൊതുവായ പരീക്ഷകള്, റെയിൽവേ, റേഡിയോ എല്ലാത്തിലും ബുദ്ധിമുട്ട് വരും. ഈ പ്രതിസന്ധി മറികടക്കാനാണ് രാജ്യത്തെ അന്താരാഷ്ട്ര ധാരണ അടിസ്ഥാനത്തിൽ 7.5 ഡിഗ്രി രേഖാംശ രേഖയുടെ ഗുണിതമായി വരുന്ന അക്ഷാംശ രേഖയെ മാനക രേഖാംശ രേഖയായി പരിഗണിക്കുന്നു. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മാനക രേഖാംശ രേഖയിലെ പ്രാദേശിക സമയത്തെ ആ രാജ്യത്തിന്റെ മാനക സമയം, നമുക്കറിയാം 82 ഡിഗ്രി എന്നൊക്കെ നമ്മൾ പറയും. അതായത് 7.5 ഡിഗ്രിയുടെ ഗുണിതങ്ങളായിരിക്കും. അപ്പൊ ഒന്ന് പഠിച്ചു വെക്കണേ, 7.5 ഡിഗ്രി, അതൊന്ന് ഓർത്തിരിക്കണേ നിങ്ങൾ. അങ്ങനെയാണ് നമ്മുടെ ഗ്രീനിച്ച് സമയം പറയുന്നത്. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ പറയും ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നേ, 5.5 മണിക്കൂർ പിന്നെ, 8 മണിക്കൂർ മുന്നേ എന്നൊക്കെ പറയും. എന്താണെന്ന് നോക്കാം നമുക്ക്. അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നു അല്ലെ. ഇതിങ്ങനെ ഒരു ഗോൾ ആണെങ്കിൽ ഇത് ഇത്രയുണ്ട്, ഇങ്ങനെ ഇനി കുറഞ്ഞു 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 ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലെ. എന്നാൽ രേഖാംശ രേഖകളെല്ലാം എന്താണ്, അർദ്ധവൃത്തങ്ങളാണ്. ഇവിടെ മുതൽ ഇവിടം വരെ ഇങ്ങനെ എല്ലാം തുല്യമായിരിക്കും, അർദ്ധവൃത്തങ്ങളായിരിക്കും. അതിനാൽ അന്താരാഷ്ട്ര സമയ നിർണയ സൗകര്യത്തിനായി ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയെ 0 ഡിഗ്രി രേഖാംശ രേഖയായി കണക്കാക്കുന്നു. ഇതിനെയാണ് നമ്മൾ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കും 0 ഡിഗ്രി രേഖാംശ രേഖ അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ എന്നറിയപ്പെടുന്ന ഏതാണ്, അത് 0 ഡിഗ്രി രേഖാംശ രേഖയാണ്. ഈ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നും വിളിക്കുന്നു. ലോകത്തെവിടെയും യാത്രികർ സമയം കണക്കാക്കുന്നത് ഗ്രീനിച്ച് സമയത്തെ അടിസ്ഥാനമാക്കിയാണ്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ട് ഓരോ രേഖാംശ രേഖ കടക്കുമ്പോൾ സമയം 4 മിനിറ്റ് കൂടുകയും പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ 4 മിനിറ്റ് കുറയുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, പടിഞ്ഞാറോട്ട് പോകുന്ന അനുസരിച്ച്, അതായത് എന്താണ്, വെസ്റ്റ് ടു ഈസ്റ്റ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ എന്താണ്, കൂടുതലാണ്, പോസിറ്റീവാണ്. ഓക്കെ, ബി പോസിറ്റീവ്. നമ്മൾ എന്താണ്, കൂടിയാണ് വരുന്നത്. പക്ഷേ പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോഴാണെങ്കിലോ, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണെങ്കിൽ എന്ത് സംഭവിക്കും, കുറഞ്ഞ് 4 മിനിറ്റ് വീതം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്, ഇതിന്റെ ഓരോ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകും തോറും പോസിറ്റീവാണ്, കൂട്ടി വേണം. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണെങ്കിൽ എന്താണ്, കുറച്ച് വേണം. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, പറഞ്ഞിരിക്കുന്നത് 1 ഡിഗ്രി പടിഞ്ഞാറ്, 0 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ പറഞ്ഞു 10 മണിയാണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ 1 ഡിഗ്രി പടിഞ്ഞാറോട്ട് മാറി, ജസ്റ്റ് 1 ഡിഗ്രി പടിഞ്ഞാറോട്ട് മാറുമ്പോൾ നമുക്കറിയാം 1 ഡിഗ്രി പടിഞ്ഞാറോട്ടാണ് പോകുന്നതെങ്കിൽ എന്തായിരിക്കണം, 4 മിനിറ്റ് മൈനസ് ചെയ്യണം. 4 മൈനസ്. കിഴക്കോട്ട് പോകുവാണെങ്കിലോ എന്ത് വേണം, 4 മിനിറ്റ് പോസിറ്റീവ് ആക്കണം, 4 മിനിറ്റ് പ്ലസ് ആയിരിക്കും. അപ്പൊ ഇവിടെ എത്രയായിരിക്കും, 10:04 ആണ്. ഇവിടെ എത്രയായിരിക്കും, 9:56 AM ആണ് വരേണ്ടത്. ഇവിടെ 10:04 AM ആണ് വരേണ്ടത്. ഓക്കെ അല്ലേ. ഗ്രീനിച്ച് മെറിഡിയനിൽ രാത്രി 9 മണി ആയിരിക്കുമ്പോൾ 30 ഡിഗ്രി കിഴക്ക്, 30 ഡിഗ്രി കിഴക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 9 മണിയാണ് സമയം. 30 ഡിഗ്രി കിഴക്കോട്ട് പോകും തോറും കൂട്ടുകയാണ് വേണ്ടത്. 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് ആണ് എങ്കിൽ 30 ഡിഗ്രിക്ക് എത്രയാണ് വരേണ്ടത്, 4 × 30 എന്ന് വരും. അതായത് 120 മിനിറ്റ് എന്ന് വരും. 120 മിനിറ്റ് അല്ലെങ്കിൽ നമുക്കറിയാം 120 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 2 മണിക്കൂറാണ് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു 15 ഡിഗ്രിക്ക് 1 മണിക്കൂറാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ 30 ഡിഗ്രിക്ക് എത്രയായിരിക്കും, 2 മണിക്കൂറായിരിക്കും. കിഴക്കോട്ട് പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, പ്ലസ് ആണ് ചെയ്യേണ്ടത്. സോ ഇവിടെ 9 ആണെങ്കിൽ ഇവിടെ എത്ര ചെയ്യണം, 9 + 2, അതായത് 11 PM ആയിരിക്കും 30 ഡിഗ്രി കിഴക്ക് വരുമ്പോഴേക്കും. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഇനി നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയമാണ് നമുക്ക് നോക്കാനുള്ളത്. ഇന്ത്യയിൽ എങ്ങനെയാണ് മാനക സമയം കണക്കാക്കുന്നത്? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശും അവിടെ എത്രയാണ്, 97 ഡിഗ്രി 25 മിനിറ്റ്, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പടിഞ്ഞാറേ അറ്റം ഏതാണ്, ഗുജറാത്ത്, 68 ഡിഗ്രി 7 മിനിറ്റ്. തമ്മിൽ ഏകദേശം 30 ഡിഗ്രിയുടെ രേഖാംശ വ്യത്യാസമുണ്ട്. തമ്മിൽ 30 ഡിഗ്രിയാണ് വ്യത്യാസം. അതിന്റെ നടുക്കെന്ന് പറയുമ്പോൾ, അതായത് ഇവിടെ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 മണിക്കൂറത്തെ വ്യത്യാസമാണ് ശരിക്കും ഇവിടുന്ന് തമ്മിൽ വരേണ്ടത്. അതായത് ഇവിടെ 10 മണിയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കണം, 12 മണിയായിരിക്കണം. 2 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഈസ്റ്റിലോട്ടാണ് പോകേണ്ടത്, കൂടുതലാണ് വരേണ്ടത് അല്ലെ. പക്ഷേ നമുക്കറിയാവുന്ന എന്താണ്,
ഇതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഒരു രാജ്യത്തിന്റെ അകത്ത് തന്നെ 2 സമയം പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 7.5 ഡിഗ്രിയുടെ ഗുണിതമായ 82.5 ഡിഗ്രിയാണ് നമ്മൾ എന്ത് പറയുന്നത്, 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. അപ്പൊ ചോദിക്കാം, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത് ഏതിനെയാണ്? 82.5 ഡിഗ്രിയാണ്. ഇനി സമയമേഖലകളാണ്. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ 1 മണിക്കൂർ സമയ വ്യത്യാസത്തെ 24 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഇവയാണ് സമയമേഖലകൾ. ഓരോ മേഖലയിലും 15% വീതം രേഖവ്യാപ്തി ഉണ്ട്. കണ്ടോ, ഓരോ 15 ഡിഗ്രിയിലുമാണ് എന്ത് ചെയ്യുന്നത്, ഇതിനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ലോകത്തിന്റെ സമയമേഖലകൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശും പടിഞ്ഞാറേ അറ്റത്തുള്ള ഗുജറാത്തും തമ്മിൽ ഏകദേശം 2 മണിക്കൂർ വ്യത്യാസമാണ്. വ്യത്യാസം കുറവായത് കൊണ്ട് തന്നെ രാജ്യത്തിന്റെ പൊതുവായ മാനക സമയം തിരഞ്ഞെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല. എന്നാൽ രേഖാംശ രേഖ വ്യാപ്തി കൂടിയ റഷ്യ, കാനഡ, US, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിരവധി സമയ മേഖലകളും മാനക സമയവും ഉണ്ടാകും. ഓക്കെ, വലിയ വലിയ സ്ഥലങ്ങളാവുമ്പോൾ എന്ത് പറ്റും, അവിടെ നമുക്ക് അത്ര എളുപ്പത്തിൽ എന്താണ് ഒരേ ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അവിടെ തന്നെ എന്താണ് നിരവധി സമയ മേഖലകളും ഉണ്ടാകും, മാനക സമയവും ഉണ്ടാകും. ഒന്ന് പഠിച്ചു വെക്കണേ. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും റഷ്യ, കാനഡ അങ്ങനെയുള്ള സ്ഥലം എല്ലായിടത്തും ഒരേ സമയമാണെന്നല്ല. അവിടെയൊക്കെ എന്താണ് നിരവധി സമയ മേഖലകളും മാനക സമയവും ഉണ്ട്. ഇനി പറയുന്ന അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഉണ്ടോ, ഇത് നമ്മുടെ 0 ഡിഗ്രി രേഖാംശ രേഖയാണ് എങ്കിൽ അതിൽ ഡിസംബർ 25 6 മണിയാണെങ്കിൽ അതിന്റെ കറക്റ്റ് 150 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നത് 6 AM ആയിരിക്കും, അടുത്ത ദിവസമാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, ആ ദിവസം ഡിസംബർ 25 6 AM ആയിരിക്കും ഇവിടെ 150 ഡിഗ്രി വെസ്റ്റിലേക്ക് വരുമ്പോഴേക്കും. 150 ഡിഗ്രി കിഴക്കും 150 ഡിഗ്രി പടിഞ്ഞാറും രേഖാംശ രേഖകൾ ഒറ്റ രേഖാംശ രേഖയാണെന്ന് മനസ്സിലാക്കാം. അതായത് 150 ഡിഗ്രി രേഖാംശ രേഖയുടെ ഇരുവശത്തായി 24 മണിക്കൂർ സമയ വ്യത്യാസമുണ്ട്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ നിന്ന് ഇവിടം വരെ കറക്റ്റ് എത്രയാണ്, വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെ 24 മണിക്കൂർ വ്യത്യാസമാണ് അവിടെ മുതൽ ആ അറ്റം വരെ വേണ്ടത്. ഈ രേഖ മുറിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന ഒരാൾക്ക്, കിഴക്കോട്ടാണേ പോകുന്നത്, ഒരു കലണ്ടർ ദിനം നഷ്ടമാകും. ഓക്കെ, കിഴക്കോട്ട് യാത്ര ചെയ്താൽ ഒരു കലണ്ടർ ദിനം നഷ്ടമാകുകയും എന്നാൽ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന ആൾക്ക് എന്താണ്, ഒരു ദിവസം. കാര്യം ഇവിടെ സമയം പടിഞ്ഞാറോട്ട് പോകുന്നതോറും സമയം കുറഞ്ഞാണ് വരേണ്ടത്. ഞാൻ ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഓരോ 4 മിനിറ്റും എനിക്ക് കുറഞ്ഞു കിട്ടും. ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞ് എനിക്ക് ഒരു ദിവസമാണ് അവിടെ ലാഭിക്കാനായിട്ട് പറ്റുന്നത്. അങ്ങോട്ട് പോകുന്തോറും എന്താണ്, എൻ്റെ ഓരോ 4 മിനിറ്റും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ, എൻ്റെ ഒരു ദിവസം അവിടെ നഷ്ടമാകും. അപ്പൊ എന്താണ്, ഈ കിഴക്കും പടിഞ്ഞാറൊക്കെ മനസ്സിലായല്ലോ അല്ലെ, അത് എങ്ങോട്ടേക്കാണ്, കിഴക്കോട്ട് പോകുന്തോറും കൂടി വരും, പടിഞ്ഞാറോട്ട് പോകുന്തോറും കുറഞ്ഞു വരും. അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം 150 ഡിഗ്രി രേഖാംശ രേഖയെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നു. 82 ഡിഗ്രി എന്താണ്, ഇന്ത്യയുടെ മാനക സമയമാണ്. ഈ രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾക്ക് ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്ന സഞ്ചാരികൾക്ക് ഒരു ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു. ഇതാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത്. കണ്ട, അത് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല വന്നിരിക്കുന്നത്. കാര്യം നമുക്കറിയാം, പല രാജ്യങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്നതാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ വച്ചു കഴിഞ്ഞാൽ. അപ്പൊ എന്താ, ഒരു രാജ്യത്ത് തന്നെ ഭയങ്കര സമയ വ്യത്യാസം വരും. അപ്പുറം ഇപ്പുറവും തമ്മിൽ എന്താണ്, ഈ പറയുന്ന ഒത്തിരി വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല അവർ കണക്കാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ ഈ രേഖയുടെ ഇരുവശങ്ങളിലായി 2 ദിവസം വരുന്ന അവസ്ഥ ഒഴിവാക്കാനായി ദിനാങ്ക രേഖയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതുപോലെ എന്താണ്, പസഫിക് സമുദ്രത്തിൽ ജനവാസമുള്ള കരഭാഗങ്ങളെ ഒഴിവാക്കും വിധമാണ് ഈ രേഖ ക്രമീകരിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും എങ്ങനെയാണെന്നും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ടെന്നും നമ്മുടെ ഋതുക്കളും സമയവും ഒക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചത്. ഓക്കെ ആണല്ലോ. അത്യാവശ്യം നല്ല രസമുള്ള ചാപ്റ്ററാണ്, നല്ല കണ്ടന്റുള്ള ചാപ്റ്ററാണ്. ഈ സമയമൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ സമയ വ്യത്യാസവും എങ്ങനെയാണ്, കിഴക്കോട്ട് പോകുമ്പോൾ എങ്ങനെയാണ്, പടിഞ്ഞാറോട്ട് പോകുമ്പോൾ എത്രയാണ്, 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1 മണിക്കൂറാണ്. ആ ഒരു കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് വേണം. ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്